ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടി വി എസ് ജുപ്പിറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ടി വി എസ് ജുപ്പിറ്ററിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ സാധാരണ നമുക്ക് ഫ്രീ സർവീസ് ചെയ്തതിന് ശേഷം നോർമലായിട്ട് വരുന്ന ഫ്രീ സർവീസ് കഴിഞ്ഞതിന് ശേഷം സർവീസ് ചെയ്യുന്നവരുണ്ട്, സർവീസ് ചെയ്യാത്തവരുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എടുത്ത ഷോറൂമിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അതിൻ്റെ വേണ്ട മെയിൻ്റെനൻസ് ഒക്കെ കൃത്യമായി ചെയ്തിരിക്കാം. ചിലവരങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരോട് അവർക്കൊരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളങ്ങനെ ഫ്രീ സർവീസ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് 2000 കിലോമീറ്റർ ഓടുമ്പോൾ ജസ്റ്റ് ഓയിൽ മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്നതിൽ നിങ്ങൾക്ക് അതല്ല വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തയ്യാറാക്കാം. അപ്പോൾ നോർമലായിട്ട് നമ്മളോട് ഈ സ്കൂട്ടി ഏതായിക്കോട്ടെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാൻ പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ഓടുന്നതിനുള്ളിൽ മാറ്റുക എന്നുള്ളതാണ്. 2000, ചില ആൾക്കാർ 2500 മാറ്റുന്ന ആൾക്കാരുണ്ട്. എന്നാലും 2000 കിലോമീറ്റർ ഓടുമ്പോഴും നിങ്ങളുടെ എൻജിൻ ഓയിൽ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 400, 450 അല്ലെങ്കിൽ 350, 450 ഇടയ്ക്ക് വില വരുന്ന നല്ല ക്വാളിറ്റി ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടി വി എസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ എടുത്തത് ആ ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിലുകൾ മാറ്റുന്നത് ഒന്ന് ഗിയർ ഓയിലുണ്ട്, അതുപോലെ തന്നെ എൻജിൻ ഓയിലുണ്ട്. ഗിയർ ഓയിൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് എന്താ പറയുക, അത്ര കാര്യമായിട്ടുള്ള കാര്യമല്ല. എൻജിൻ ഓയിൽ കൃത്യമായിട്ട് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സാരമായിട്ട് ബാധിക്കും. കൃത്യമായിട്ട് 2000 കിലോമീറ്റർ ആകുമ്പം തന്നെ നിങ്ങൾക്ക് മാറ്റാം. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടി വി എസ് ജുപ്പിറ്റർ ZX എന്ന് പറയുന്ന മോഡലാണ്, 2020 മോഡലാണ്. അതിൽ ഓഡോമീറ്റർ കൂടാതെ നമുക്ക് ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്ന സമയത്ത് ഞാൻ ട്രിപ്പ് എ റീസെറ്റ് ചെയ്യും. വീണ്ടും അത് 2000 ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ട്രിപ്പ് എ നമ്മൾ ഇതുപോലെ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ട്രിപ്പ് ബി ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളെ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ പ്രാവശ്യം എണ്ണ അടിക്കുമ്പോഴും ഞാൻ ട്രിപ്പ് ബി റീസെറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇത്ര വയസ്സുകാരൻ അടിച്ചത് ഇത്ര കിലോമീറ്റർ ഓടുന്നില്ല, കൃത്യമായ ഒരു കണക്ക് കിട്ടും. വണ്ടിക്ക് മൈലേജ് ഷോർട്ട് ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ബി ഓരോ പ്രാവശ്യം എണ്ണ അടിക്കുമ്പോഴും റീസെറ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ടി വി എസ് ജുപ്പിറ്ററിന് കണ്ട മറ്റൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓയിൽ നമ്മളെ എണ്ണ എത്രയുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ പ്രശ്നമാണ്. എൻ്റെ വണ്ടിയിൽ നോർമലായിട്ട് അവർ പറഞ്ഞത് 2 ലിറ്ററിൻ്റെ അടുക്കൽ, 1.25-2 ലിറ്ററിൻ്റെ അടുക്കൽ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. കാരണം ഈ മോട്ടർ കൂൾ ചെയ്യുന്നത് ഈ നമ്മൾ ഒഴിക്കുന്ന പെട്രോളിൻ്റെ ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ തീരെ പെട്രോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിങ്ങിന് പ്രശ്നം വരും. അത് മാത്രമല്ല, ഇത് മൊത്തം കാലിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മോട്ടർ എണ്ണ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം വരും. അത് വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 1.5 ലിറ്റർ 1.25 ലിറ്ററിൻ്റെ മുകളിൽ എപ്പോഴും വണ്ടിയിൽ കരുതുക. അതായത് ആ 2 കുറ്റിയുടെ താഴെ പോകരുതെന്നാണ്. പക്ഷേ ജുപ്പിറ്റർ ടി വി എസ് ജുപ്പിറ്റർ ZX വരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കുറ്റിയിൽ താഴ്ന്നാൽ പോലും നമ്മൾക്ക് ലോ ആണെന്ന് എൻ്റെ വണ്ടിയിൽ ലോ ആണെന്ന് കാണിക്കാറില്ല. അതായത് ഒരു മഞ്ഞ ലൈറ്റ് കത്തുമല്ലോ എണ്ണയില്ല എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സംഭവമില്ല. ഇതിനിടയ്ക്ക് ഞാനത് ശ്രദ്ധിക്കാതെ ഓടിച്ച സമയത്ത് മൊത്തം കാലിയിട്ടുണ്ടായിരുന്നു, വണ്ടി ഓഫായി. ആ ഒരു നിലയിലെത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ചാവിട്ട് ഓണാക്കുമ്പോൾ ഈ 2 കുറ്റി തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണ്. പക്ഷേ എണ്ണ കൂടുതലടിക്കുമ്പോൾ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. മുകളിലോട്ട് ഇപ്പം 4 കുറ്റി, 5 കുറ്റി, 6 കുറ്റി അത് കാണിക്കുന്നു. പക്ഷേ ലോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ. പിന്നെ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 24,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമ്മളെ ക്ലച്ചിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് മാറ്റുക. 24,000 കിലോമീറ്ററിലാണ്. ഓക്കെ. ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളെ എന്താ പറയുക, എൻജിൻ ഓയിൽ കൃത്യമായിട്ട് മാറ്റുക. 24,000 കിലോമീറ്റർ ആകുമ്പോഴും ഒന്ന് സർവീസ് സെൻറ്ററിൽ കയറി ക്ലച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ ക്ലച്ച് ബെൽറ്റ് ഒക്കെ തേഞ്ഞ് തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റും. എന്തായാലും 24,000 കിലോമീറ്റർ ആകുമ്പോൾ ക്ലച്ചിന് ഒരു സർവീസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസ ചിലവാകും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഈ ക്ലച്ച് 24,000 കിലോമീറ്റർ മാറ്റിയിട്ടില്ല. അപ്പം എനിക്ക് പറ്റി അങ്ങനെയാണ്, എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് നാളും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി ഈ എൻജിൻ ഓയിൽ മാത്രമേ മാറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഓടിയിട്ട് ഒരു സൗണ്ട് വന്നു. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഇങ്ങനെ എൻജിൻ ഐഡിയൽ വെച്ചാൽ തന്നെ ഇങ്ങനെ ടിക്ക് 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 എന്നുള്ള സൗണ്ട്, ഒരു അടിക്കുന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ പിന്നെ അത് കേട്ടപാടെ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ തേഞ്ഞ് തീർന്ന് ലാസ്റ്റ് പൊട്ടാനായിട്ട് കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു 24,000 കിലോമീറ്റർ ആകുന്നതിനുള്ളിൽ ഇതൊന്ന് സർവീസ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അതായത് സർവീസ് സെൻ്ററിൽ കൊടുക്കാതെ നിങ്ങൾ ജസ്റ്റ് ഓയിൽ മാത്രം മാറ്റിയാൽ പോരാ, ഇങ്ങനെയും കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ വണ്ടി എഞ്ചിൻ സൗണ്ട് കേട്ടിട്ടും അധികം സ്പീഡിലാണ് ഓടിക്കുന്നതൊക്കെ, ആ സമയത്ത് എന്തെങ്കിലും ഈ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി പാർട്സിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് കോസ്റ്റ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ ജുപ്പിറ്റർ വണ്ടി അല്ലെങ്കിൽ സ്കൂട്ടികൾ നമ്മൾ ഓരോ 12,000 കിലോമീറ്റർ കൂടുമ്പോഴും അതിൻ്റെ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും മാറ്റേണ്ടതാണ്. അതിനുള്ളിൽ കംപ്ലയിൻ്റ് ആകുമെന്നല്ല, എന്നാലും ഓരോ 12,000 കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽറ്ററും അതിൻ്റെ പ്ലഗും മാറ്റുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ 2,000 കിലോമീറ്റർ കൂടുമ്പോഴും എഞ്ചിൻ ഓയിൽ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് 2,000 കിലോമീറ്റർ തന്നെ മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ ആകുമ്പോൾ എയർ ഫിൽറ്റർ മാറ്റുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ അതിൻ്റെ എഞ്ചിൻ പ്ലഗ് മാറ്റുക. ഓക്കെ, എഞ്ചിൻ പ്ലഗ് അല്ല, പ്ലഗ് മാറ്റുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടി 24,000 കിലോമീറ്റർ ഓടുമ്പോൾ അതിൻ്റെ ക്ലച്ച് ബെൽറ്റും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ബ്രേക്ക് പാഡാണ്. അത് നമ്മൾ ഓരോ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലിരിക്കും, എന്നാലും ഓരോ 25,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ബ്രേക്ക് പാഡ് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരെ രീതി അനുസരിച്ച്, ചില ആൾക്കാർ വണ്ടി ഓടിക്കുന്ന രീതിയാണ്, അധികം ബ്രേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രേക്ക് പാഡ് അധികം തേഞ്ഞ് തീരും. അതുപോലെ തന്നെ പിറകിലെ ബ്രേക്ക് പാഡാണ് അധികം പെട്ടെന്ന് തേഞ്ഞ് തീരുക, മുമ്പിലത്തത് അത്രത്തോളം തീരാറില്ല. നമ്മൾക്ക് കോമി ബ്രേക്കാണ്, എന്നാൽ പോലും നമ്മുടെ മുന്നിലെ ബ്രേക്ക് പാഡ് അത്ര പെട്ടെന്ന് തേഞ്ഞ് തീരാനായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഓരോ ആൾക്കാരെ ബ്രേക്കിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് ഇത് മാറും. അതിപ്പോൾ ഇത്ര കിലോമീറ്ററിൽ മാറ്റണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഒരാളെ ബ്രേക്കിംഗ് രീതി പല രീതിയിലാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഈ വളവിലൊക്കെ കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്സിലേറ്ററും ബ്രേക്കും ഒന്നിച്ച് ഉപയോഗിക്കുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ആക്സിലേറ്റർ നിങ്ങൾ റിലീസ് ചെയ്യുക, ഒരിക്കലും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.